പലതരം ചേരുവകൾ. വറുക്കാത്ത അരിപ്പൊടി കൊണ്ട് ആവിയിൽ വേവിച്ചുണ്ടാക്കുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആട്ടോ ഇത്. ഒരു ചൈനീസ് കുക്കിംഗ് ചാനലില് റൈസ് കേക്ക് എന്ന് പറഞ്ഞാണ് ഞാൻ ഈ റെസിപ്പി കണ്ടത്. ഒരു വെറൈറ്റി ആയിട്ട് ഇടയ്ക്ക് ബ്രേക്ക്ഫാസ്റ്റിനായിട്ടൊക്കെ നമുക്കിത് ഉണ്ടാക്കി നോക്കാം. മത്തങ്ങയുടെ ഒരു ഫില്ലിംഗ് ആണ് നമ്മൾ അകത്ത് ടേസ്റ്റിനായിട്ട് കൊടുക്കുന്നത്. അതിനായിട്ട് 750 ഗ്രാമോളം വരുന്ന അത്യാവശ്യം മൂത്തൊരു മത്തങ്ങയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് ചെറിയ കഷ്ണങ്ങളായിട്ടൊന്ന് മുറിച്ചെടുക്കാം. മത്തങ്ങ ഇവിടെ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ച് വാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ഇനി ഒരു കുക്കറിലേക്ക് ഇട്ടുകൊടുക്കാം. മത്തങ്ങയിലേക്ക് 1 ടേബിൾ സ്പൂൺ ചെറുനാരങ്ങയുടെ നീര് ഒഴിക്കണം കേട്ടോ. അപ്പൊ ചെറുനാരങ്ങ മുറിക്കുന്നതിന് മുമ്പായിട്ട് കുറച്ച് സെസ്റ്റ് റെഡിയാക്കി വെക്കാം. ചെറുനാരങ്ങ ഇങ്ങനെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്താൽ മതി. അതിൽ യെല്ലോ മാത്രം എടുക്കാം കേട്ടോ, വൈറ്റ് വന്നിട്ടുണ്ടെങ്കിൽ കഴിക്കും. കുക്കറിലേക്ക് ഒരു നുള്ളു ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ 1/4 കപ്പ് പഞ്ചസാര, 1 ടേബിൾ സ്പൂൺ ചെറുനാരങ്ങ നീര്. അറ്റ് ലാസ്റ്റ് ഇതിലേക്ക് വേണ്ടത് വെള്ളമാണ്. മത്തങ്ങ വെവ്വാൻ മാത്രമായിട്ടുള്ള വെള്ളം ഒഴിച്ചെടുത്താൽ മതി. ഞാനിവിടെ ഇപ്പോൾ ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചെടുത്തിട്ടുണ്ട്. മീഡിയം ലോ ഫ്ലെയിമിൽ 2 വിസിലാണ് ഞാൻ വേവിക്കുന്നത് കേട്ടോ. കുക്കറിന്റെ വ്യത്യാസം അനുസരിച്ച് വേവിലൊക്കെ വ്യത്യാസം ഉണ്ടാവും. ഇനി നമുക്ക് വേണ്ടത് അരിപ്പൊടി ആട്ടോ. അരിപ്പൊടി വറുക്കാത്ത അരിപ്പൊടി തന്നെ എടുക്കാം. ഞാനിത് 4 മണിക്കൂർ പച്ചരി വെള്ളത്തിൽ കുതിർത്തിയിട്ട ശേഷം സ്ട്രെയിൻ ചെയ്ത് വെച്ച് നന്നായിട്ട് വെള്ളം പോയ ശേഷം പൊടിച്ചെടുത്തതാണ്. വളരെ നൈസായിട്ട് പൊടിച്ച അരിപ്പൊടി ആട്ടോ നമുക്ക് വേണ്ടത്. ഈ അരിപ്പൊടിയിലേക്ക് നമ്മൾ കേക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ എയർ കയറ്റൂലേ സ്ട്രെയിൻ ചെയ്ത്, അതേമാതിരി 2-3 പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി മാറ്റി അരിച്ചെടുത്ത് ഇതിലേക്ക് നന്നായിട്ട് എയർ കയറ്റാട്ടോ. ഞാനിപ്പോൾ ഇവിടെ 3 പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും സ്ട്രെയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു പിഞ്ച് സാൾട്ട് ഇട്ടെടുക്കാം, 1 ടേബിൾ സ്പൂൺ പഞ്ചസാര, ചെറുനാരങ്ങാ നീര് 1 ടേബിൾ സ്പൂൺ, പിന്നെ ലാസ്റ്റ് 1 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ഇട്ട് കൈ വെച്ച് തന്നെ നന്നായിട്ട് തിരുമ്മി യോജിപ്പിക്കാം കേട്ടോ. എല്ലാവരും നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം ഒന്നും കൂടി ഒന്ന് സ്ട്രെയിൻ ചെയ്തെടുക്കാം. വെള്ളമൊക്കെ വെച്ച് നമ്മൾ തിരുമ്മി യോജിപ്പിച്ചാറിന് ലാസ്റ്റ് കുറച്ച് തരിയായിട്ട് കിട്ടും. അപ്പം അത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇനി പുട്ടൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിലിടാം, അല്ലെങ്കിൽ ഇതുപോലെ ഒന്ന് പൊടിച്ചിട്ട് അതിലേക്ക് തന്നെ ഇട്ട് കൊടുക്കാം. അപ്പം നമ്മുടെ പൊടി ഇവിടെ സ്റ്റീം ചെയ്യാനായിട്ടുണ്ട് കേട്ടോ. ഇനി മത്തങ്ങയും കൂടി ജസ്റ്റ് ഒന്ന് വരട്ടിയെടുക്കണം. ഇതിൽ ഇച്ചിരി വെള്ളമൊക്കെ ഉണ്ടല്ലോ, അതൊന്ന് പോവാനായിട്ട് ഒരു 5 മിനിറ്റ് ഒക്കെ മതിയാവും. നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ച് ഒന്ന് വരട്ടിയെടുക്കുക. വെള്ളം നന്നായിട്ട് വറ്റി കഴിഞ്ഞ ശേഷം 1 കപ്പ് തേങ്ങ ചിരകിയതും കൂടി ഇട്ട് കൊടുക്കുക. അങ്ങനെ നമ്മുടെ ഫില്ലിങ്ങും ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് സ്റ്റീം ചെയ്യാനായിട്ട് സെറ്റ് ചെയ്യാം കേട്ടോ. ഇതുപോലെ ചെറിയ ചെറിയ ബോൾസ് എടുക്കുക. അതിലാദ്യം മത്തങ്ങയുടെ ഫില്ലിങ് വെച്ച് കൊടുക്കുക. അതിനുശേഷം പൊടി ഇട്ട് കൊടുക്കുക. വീണ്ടും മത്തങ്ങയുടെ ഫില്ലിങ് 1 ടേബിൾ സ്പൂണ്, അതിൻ്റെ കൂടുതൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതനുസരിച്ച് ഇട്ട് കൊടുക്കാം. വീണ്ടും പൊടി ഇട്ടെടുത്ത് ഇതേ രീതിയിൽ ഫില്ല് ചെയ്യാം. അവസാനം ഇതിൻ്റെ മുകളിൽ ഭംഗിക്കായിട്ട് ലെമൺ സെസ്റ്റും കൂടി ഇച്ചിരി ഇട്ട് കൊടുക്കാം. ഞാൻ ലെമൺ സെസ്റ്റ് ഗ്രേറ്റ് ചെയ്തെടുത്ത സമയത്ത് വൈറ്റും കൂടി കുറച്ചിട്ട് പോകുന്നുണ്ടായിരുന്നു, അതുകൊണ്ട് ചെറിയൊരു കയ്പ്പ് വന്നിട്ടോ. ആ മുകളിൽ കുറച്ച് സ്ഥലത്ത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം നിങ്ങൾ കയ്പ്പ് വരാതെ പ്രത്യേകം ശ്രദ്ധിക്കുക. അതിട്ടില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ, നിർബന്ധമില്ല. അപ്പോൾ കംപ്ലീറ്റ് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. 250 ml 4 ബോൾസിലായിട്ട് സെറ്റ് ചെയ്യാൻ എനിക്കിത് ഉണ്ടായിട്ടോ. സ്റ്റീം ചെയ്യാൻ വെക്കുമ്പോൾ പാത്രത്തിൽ അത്യാവശ്യം നന്നായിട്ട് വെള്ളം ഉണ്ടാവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. ഇത് ആവിയിൽ നന്നായിട്ട് വെന്ത് വരണം. ഇനി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇഡ്ഡലിത്തട്ടിൽ ഡയറക്റ്റ് സെറ്റ് ചെയ്ത് ആവി ഒളിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇത്രയും സമയം വേണ്ടി വരില്ല. ഇതിപ്പോൾ ഒരു 45 മിനിറ്റ് മീഡിയം ലോ ഫ്ലെയിമിൽ ഞാൻ ആവി കൊളിച്ചെടുത്തിട്ടുണ്ട്. വെന്തിട്ടുണ്ടോയെന്നൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ. അതിനുശേഷം അടുപ്പത്തുനിന്ന് ഇറക്കാം. മത്തങ്ങ വിളയിച്ചൊക്കെ നമ്മളൊക്കെ കഴിച്ചിട്ടുള്ളതല്ലേ, അപ്പോൾ ആ മത്തങ്ങയുടെ ഫില്ലിങ്ങിന് നല്ല ടേസ്റ്റ് ഉണ്ട്. അതുപോലെ നമ്മുടെ പൊടിയിൽ ചെറിയ പുളിപ്പും മധുരമൊക്കെ ആയിട്ട് നല്ലൊരു സോഫ്റ്റുമായിട്ട് നല്ലതാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരും ലൈക്ക് ചെയ്യാൻ മറന്നു പോകുന്നുണ്ട്. 1.5 വെച്ചാട്ടോ ഇപ്പോൾ നമ്മളെ വീഡിയോ ഇടുന്നത്. താങ്ക് യു.